രാത്രിയിൽ എല്ലാവർക്കും കൂടെ കണക്കാക്കി അനുമോൾ കാപ്പി ഉണ്ടാക്കി. അപ്പോൾ കാപ്പി കുടിക്കാനുള്ള തിരക്കാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ജിസേൽ വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞ് പാൽക്കാപ്പിയാണ്. അപ്പോൾ ജിസേൽ വന്നിട്ട് പറയുകയാണ് കുറച്ചുകൂടെ ഷുഗർ വേണം എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അനുമോൾ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനുമോൾ മണം നല്ലതാണെന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അപ്പം ഗുണം നല്ലതാണെന്ന് കുടിച്ച് നോക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ അക്ബർ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ അവിടെ ഇവിടെ നിന്നിട്ട് പറയാണ് കാപ്പി കാപ്പിന്ന് വിളിക്കുന്നുണ്ട്. കോഫി കോഫിന്ന് ട്രെയിനിൽ വിളിക്കുന്ന അതേ സൗണ്ടിൽ അക്ബർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിലയും നൂറ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും വന്ന് കോഫി കുടിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് സൈഡിൽ കൂടെ വന്നിട്ട് ചോദിക്കുകയാണ് 2ാം ട്രിപ്പ് കൊടുക്കുമോ. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് തട്ടുകടയിലെ ചായ പോലാണ് അനുമോൾ കോഫി ഉണ്ടാക്കുന്നത്. ചായ അടിക്കുന്ന കണക്ക് തന്നെ കോഫി അടിച്ചു കൊടുക്കുകയാണ് ഓരോരുത്തർക്കും. അന്നേരം നിൽക്കുന്നവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ചുറ്റിന് കൂടി നിൽക്കുകയാണ് ഷാനവാസും നെവിനും ജിസേലും ഒനിൽ അക്ബർ എല്ലാവരും ഉണ്ട്. അപ്പം ഓരോരുത്തർക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വരുന്നവർക്ക് അന്നേരം കൊടുത്താൽ മതി, ഇപ്പോഴേ അടിച്ച് വെക്കണ്ട അനുമോളെന്ന് നെവിൻ പറയുന്നുണ്ട്. അനുമോൾക്കായി ഒഴിച്ചു വെച്ചിരുന്ന കോഫി എടുത്തിട്ട് നമ്മുടെ ബിന്നി കുടിച്ചു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാൻ അവൾക്ക് ഒഴിച്ചു വെച്ചു, നീ ഇതിനെടുത്ത് കുടിച്ചു. അപ്പോൾ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് ബിന്നി പറയുന്നത്. അന്നേരം അക്ബർ പറയണം അങ്ങനെ അബദ്ധം പറ്റരുതല്ലോ, ഒരാൾക്ക് ഒഴിച്ചു വെച്ച് എന്തിനാണ് വേറെ ആരെടുത്ത് കുടിക്കുന്നേ, അങ്ങനെ അബദ്ധം പറ്റാൻ പാടില്ല, അവളെപ്പറ്റി നീ ചിന്തിച്ചില്ലെന്ന് വേണമല്ലോ അന്നേരം പറയാനെന്ന് പറഞ്ഞപ്പം ബിന്നി പറയുകയാണ് ഒരു കുത്തിത്തിരിപ്പിനി ഉണ്ടാക്കാൻ നിൽക്കല്ലേ. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനോ, ഉള്ള കാര്യം പറയുമ്പം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്ന് പറയല്ലേ. അവൾക്ക് കിട്ടാനുള്ള എല്ലാം കൂടെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചു. അപ്പം അത് അങ്ങനെ ഒഴിച്ചു വെച്ചത് ഞാനും കണ്ടതാണെന്ന് അക്ബർ പറയുന്നുണ്ട്. അതങ്ങനെ പറ്റിപ്പോയെന്ന് ബിന്നി പറഞ്ഞു. അങ്ങനെ പറ്റാൻ പാടില്ലല്ലോ എന്ന് അക്ബർ വീണ്ടും പറയുന്നുണ്ട്. അത് ഞാൻ നാളെ കൊടുത്ത് കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് ബിന്നി പറയുമ്പം അക്ബർ പറയുന്നുണ്ട് അത് നടക്കത്തില്ലല്ലോ, നാളെയല്ലേ, ഇന്ന് അവൾ കോഫി കുടിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പം ബിന്നി പറയുന്നത് അവൾക്കത് പ്രശ്നമില്ലല്ലോ, അവൾക്കത് പ്രശ്നമില്ലെങ്കിലും എനിക്കത് പ്രശ്നമുണ്ടല്ലോ, നിങ്ങൾക്കെന്ത് പ്രശ്നം, അവൾക്കത് പ്രശ്നമില്ലല്ലോ എന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയണം ചിരിച്ചുകൊണ്ട് എനിക്കത് പ്രശ്നമുണ്ട്. അങ്ങനെ ഇന്നും എല്ലാവർക്കും കാപ്പി ഇട്ട് കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേന് അനുമോൾക്ക് മാത്രം കാപ്പിയില്ല. അപ്പം വിളമ്പാൻ നിൽക്കുന്ന ആളെന്നുള്ള ഒരു ഇതിൽ ലാസ്റ്റ് വരുമ്പം ആഹാര സാധനങ്ങളും ചായയും കാപ്പിയും ഒക്കെ അനുമോൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്